സൺഡേ ശാലമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. നെതന്യാഹു ഇന്ന് വാഷിംഗ്ടൺ DC-യിലുണ്ട്. ട്രംപുമായുള്ള സംവാദത്തിനായി, ചർച്ചകൾക്കായി അദ്ദേഹം വാഷിംഗ്ടൺ DC-യിലെത്തിയിരിക്കുകയാണ്. ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശമായി എടുത്തു കാണിക്കപ്പെടുന്നത് ഗാസയിലെ ഹമാസുമായുള്ള വിഷയങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ അതിനേക്കാളൊക്കെ വലിയ ലക്ഷ്യങ്ങൾ ഈ യാത്രയുടെ പുറകിലുണ്ട്. എങ്കിൽ പോലും കൂടുതൽ എടുത്തു കാണിക്കപ്പെടുന്നത് ഹമാസുമായുള്ള ആ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇതില് ശനിയാഴ്ച ഇസ്രായേലിന്റെ പ്രതിനിധികളും ഹമാസിന്റെ ആളുകളും തമ്മിൽ ദോഹയിൽ വെച്ച്, ഖത്തറിന്റെ ക്യാപിറ്റലായിട്ടുള്ള ദോഹയിൽ വെച്ച് ദീർഘമായ ചർച്ചകൾ, ഒന്നാംഘട്ട ചർച്ചകൾ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്, ദീർഘമായ ചർച്ചകൾ നടക്കുകയുണ്ടായി. പക്ഷെ അതിൽ നിന്ന് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഹമാസ് പ്രകടിപ്പിക്കുന്നത് അവര് ഈ ചർച്ചകളിൽ സംതൃപ്തരല്ല എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ, ഏറ്റവും പ്രധാനമായുള്ളത് അവിടുത്തെ ഭക്ഷണ വിതരണം, അത് അമേരിക്കയും ഇസ്രായേലുമാണ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. അവര് UN ഏജൻസികൾക്ക്, റെഡ് ക്രോസ് ഏജൻസികൾക്ക് അത് കൈമാറണമെന്നുള്ളതാണ് ഹമാസിന്റെ പ്രധാനപ്പെട്ട താൽപര്യമായിട്ട് അവർ പറയുന്നത്. ആ ഒരു വിഷയത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അമേരിക്കയും ഇസ്രായേലും തയ്യാറല്ലാത്തതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ തട്ടിയാണ് പ്രധാനമായും ഈ ചർച്ചകൾ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും അതിനൊരു തീരുമാനം എത്താനുള്ള സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കണം നെതന്യാഹു വാഷിംഗ്ടണിലേക്ക് പോയിട്ടുണ്ടാവുക. കൂടാതെ ഞാൻ പറഞ്ഞതുപോലെ ഈ യാത്രയ്ക്ക് അതിനേക്കാൾ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ട്രംപിന്റെ ബ്രീഫിംഗിൽ തന്നെ സാറ്റർഡേ അദ്ദേഹത്തിന്റെ ഒരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ബ്രീഫിംഗിൽ അദ്ദേഹം പറഞ്ഞത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ഹമാസുമായിട്ടുള്ള വിഷയങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനിടയിലുള്ള ഇസ്രായേൽ അവരുടെ പണി തുടരുന്നുണ്ട്. ഇസ്രായേൽ റംസി സലേഹ് എന്ന് പറയുന്ന ടോപ്പ് നേവൽ കമാൻഡർ ഓഫ് ഹമാസിന്റെ നേവൽ വിങ്ങിന്റെ ഏറ്റവും ഹയസ്റ്റ് കമാൻഡറായിട്ടുള്ള റംസി സലേഹിനെ ഈ കഴിഞ്ഞ ശനിയാഴ്ച വധിച്ചതായിട്ട് ഇസ്രായേൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഹിഷാം മൻസൂർ എന്ന് പറയുന്ന ഡെപ്യൂട്ടി മോർട്ടാർ ചീഫ്, ഇവരുടെ മോർട്ടാറുകൾ ഈ മണ്ണിലൊക്കെ മൈൻ ചെയ്യുക, അങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്ന ആ ഒരു വിങ്ങിന്റെ ചീഫായിട്ടുള്ള ഹിഷാം മൻസൂർ, അദ്ദേഹത്തിന്റെ സഹായി നിസാം അബു സഫ എന്നീ പറയുന്ന 3 പ്രധാനപ്പെട്ട ആളുകളെയും അവരോടൊപ്പം നിരവധി ഹമാസ് പ്രവർത്തകരെയും വധിക്കാൻ സാധിച്ചതായി ഇസ്രായേൽ IDF അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗാസയിലെ വിഷയങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലൂടെയാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ട്രംപ് പറയുന്നത് ഈ ഹമാസുമായിട്ടുള്ള വിഷയങ്ങളുണ്ട്, അതിനൊരു പരിഹാരം ഒരാഴ്ചയിലുള്ളിൽ സാധിക്കും. ബട്ട് വി ഹാവ് ഗ്രേറ്റർ തിങ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആ ഗ്രേറ്റർ തിങ്സ് എന്നുള്ളത് മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ അബ്രാഹാം അക്കോർഡിലേക്കുള്ള ഒരു പുരോഗതിയാണ്. അബ്രാഹാം അക്കോർഡിലേക്ക് സൗദി അറേബ്യ എത്തിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ ഒരു യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നാണ് മനസ്സിലാവുന്നത്. കാരണം സൗദിയുടെ പ്രധാനപ്പെട്ട നെഗോഷിയേറ്റേഴ്സ് ഒക്കെ തന്നെ വാഷിംഗ്ടൺ DC-യിലുണ്ട്. അപ്പൊ അവരും ഇസ്രായേലിന്റെ പ്രതിനിധികളും തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കൾമിനേഷനായിട്ട് ഈ ഒരു വിസിറ്റിന്റെ അവസാന ഭാഗത്ത് അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ട്രംപ് അവകാശപ്പെടുന്നത് ഈവൺ എ പെർമനന്റ് ഡീൽ വിത്ത് ഇറാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ നെതന്യാഹു അവിടെയുള്ള ഒരാഴ്ച സമയം കൊണ്ട് ഇറാനുമായിട്ട് തന്നെ ഒരു പെർമനന്റ് ഡീലിലെത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. കാരണം ഇറാനിലെ നേതാക്കന്മാരുടെ ആരുടെയും വായിൽ നിന്ന് ഈ ദിവസങ്ങളിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡീലിലേക്ക് എത്തുന്നതായുള്ള യാതൊരു സൂചനയും ഈ ദിവസങ്ങളിലുള്ള ഒരു പ്രസ്താവനകളിലും കാണാനില്ല. അപ്പൊ മിനിഞ്ഞാന്ന് വന്ന പ്രസ്താവനകളിലൊക്കെ പറഞ്ഞ് ഇനി ഞങ്ങളെ തൊട്ടാ കാച്ചിക്കളയും എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളാണ് മിനിഞ്ഞാന്നൊക്കെ വന്നിട്ടുള്ളത്. അപ്പം ഇപ്പം ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങൾ ഏതാണ്ടൊക്കെ ചെയ്യുമെന്നൊക്കെയുള്ള ടൈപ്പ്. ദാറ്റ് മീൻസ് ഒരു സൗഹൃദത്തിലേക്ക് പോകുന്ന ഭാഷയല്ല ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. അതിനിടയിലൂടെ ഇസ്രായേൽ യമനിലെ ചില ടാർഗറ്റുകൾ ആക്രമിച്ചിട്ടുണ്ട്. കാരണം യമൻ ഇത് കഴിഞ്ഞ ദിവസം ഒരു ചരക്ക് കപ്പലിനെ ഹൂത്തികൾ ആക്രമിച്ചിരുന്നു. അപ്പൊ അതിന്റെ പ്രതികാരമായിട്ട് ഇന്നലെ രാത്രി ഇസ്രായേൽ അവിടെയുള്ള യമനിലെ 3 പോർട്ടുകൾ, ഹുദൈദ, റാസ് ഇസ, സലീഫ് എന്നീ പറയുന്ന 3 പോർട്ടുകൾ ആക്രമിച്ച് സമ്പൂർണ്ണമായും തകർത്ത് കളഞ്ഞിട്ടുണ്ട്. കൂടാതെ അവിടെ റാസ് ക്വാണ്ടിസ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ പവർ പ്ലാന്റും തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ 3 പോർട്ടുകളും ഒരു ഇലക്ട്രിക്കൽ പവർ പ്ലാന്റും യമനില് ഹൂതികൾ ഉപയോഗിച്ചിരുന്ന ഈ സാധനം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. കൂടാതെ ഹൂതികളെ 2023 പിടിച്ചെടുത്ത ഒരു ഗാലക്സി ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു കപ്പലുണ്ട്, ഗാലക്സി ലീഡർ എന്നുള്ളത് ഒരു ഷിപ്പിംഗ് കമ്പനിയാണ്. അത് ബഹാമസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയാണ് ഗാലക്സി എന്ന് പറയുന്നത്.
അവർ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഈ പിന്നെ വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഷിപ്പുകളാണ്. വാഹനങ്ങൾ വലിയ തോതിൽ പിന്നെ ഓരോ രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന വാഹനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു പണി ചെയ്യുന്ന ഒരു ഷിപ്പിംഗ് കമ്പനിയാണ് ഗാലക്സി ലീഡർ എന്ന് പറയുന്ന ഷിപ്പ്. ഇത് വലിയ ഷിപ്പാണ്. ഈ ഷിപ്പ് 2023 ഹൂത്തികൾ പിടിച്ചെടുത്ത് അവരുടെ കസ്റ്റഡി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ജീവനക്കാരെ കുറച്ചാണ് അവർ തടവിലിട്ടിരുന്നു. അതിനുശേഷം അവരെ അത് ഫ്രീ ആക്കി വിട്ടു. എന്നിട്ട് ഇത് ഹൂതികൾ ഈ ഒരു പോർട്ടില് ദറ്റ് ഈസ് സലീഫ് എന്ന് പറയുന്ന പോർട്ടിലാണ് ഇവർ സൂക്ഷിച്ചിരുന്നത്. ഇന്നലെ ഇസ്രായേൽ ഈ കപ്പലിനെയും ആക്രമിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പറയുന്ന ഈ കപ്പലിലെ റഡാർ സിസ്റ്റം ഉപയോഗിച്ചാണ് ഇവരെ ഈ റെഡ് സീയിലൂടെ പോകുന്ന കപ്പലുകളുടെ വെയറബൌട്ട്സ് മനസ്സിലാക്കുകയും അങ്ങനെ അത്തരം കപ്പലുകളെ ആക്രമിക്കുകയും ചെയ്യുന്നു ഈ കപ്പലിലെ റഡാർ സിസ്റ്റം ഉപയോഗിച്ചാണ്. അതുകൊണ്ട് ആ കപ്പലിനെയും ഇന്നലെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. അതിനിടയിലൂടെ ഇറാനിലെ ഖമനേയി ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതായ ഒരു വാർത്തയുണ്ട്. ഇന്ന് നമ്മുടെ പത്രങ്ങളിലൊക്കെ ഈ വാർത്ത വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് ഈ അഷൂറ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ്. ആഘോഷമല്ല, വാസ്തവത്തിൽ അവരുടെ ഒരു വിലാപ ദിനമാണത്. അത് പിന്നെ സുന്നികളെ സംബന്ധിച്ച് അതൊരു ആഘോഷ ദിനമാണ്. നേരെ മറിച്ച് ഇറാനിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അതൊരു വിലാപ ദിനമാണ്. അപ്പൊ അതിന്റെ റീസൺ ഇതാണ്. സുന്നികളെ സംബന്ധിച്ച് ഈ മുഹറം 10 എന്ന് പറയുന്ന ശനിയാഴ്ച ഇന്നലെ ഞായറാഴ്ചയായിരുന്നു അവർക്ക് മുഹറം 10. ഗൾഫിൽ അത് പിന്നെ ശനിയാഴ്ചയായിരുന്നു. ഇസ്രായേൽ ജനത്തെ ദൈവം ഈജിപ്തിന്റെ പിടിയിൽ നിന്ന് ചെങ്കടൽ വിഭജിച്ച് മോചിപ്പിച്ചതിന്റെ ഓർമ്മയായിട്ടാണ് മുഹറം 10 സുന്നി മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നത്. നേരെ മറിച്ച് ഇറാനിലെ ഷിയ മുസ്ലിങ്ങൾ ഇത് ആചരിക്കുന്നത് ഹുസൈൻ ഇബിൻ അലി എന്ന് പറയുന്ന മുഹമ്മദ് പ്രവാചകന്റെ ഗ്രാൻഡ്സൺ, മകളുടെ മകനായിട്ടുള്ള ആള്. അവര് പിന്നെ ഇറാനിലെ മുസ്ലിങ്ങളുടെ 3ാമത്തെ ഇമാമായിട്ടാണ് അവര് പരിഗണിക്കുന്നത്. അപ്പൊ ആ 3ാമത്തെ ഇമാമിനെ ഉമൈദ് ഖലീഫ യാസിദ് ഇബിൻ മുആവിയ 1680 കൊന്നുകളഞ്ഞതിന്റെ ഓർമ്മയാചരണമായിട്ടാണ് അവരത് ആചരിക്കുന്നത്. അപ്പൊ അതില് പിന്നെ ഈ മുഹറം മാസം, ഒരു മാസത്തിന്റെ പേരാണ് മുഹറം എന്നുള്ളത്. ഈ മുഹറം മാസം 1-ാം തീയതി മുതൽ ഈ ഹുസൈൻ ഇബിൻ അലിയും ഈ ഉമൈദ് ഖാലിഫ് യാസിദ് ഇബിൻ മുആവിയ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പൊ ആ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അന്ന് ഈ ഉമൈദ് ഖാലിഫിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡമാസ്കസ് ആണ്. അപ്പൊ ഈ യുദ്ധം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് പിന്നെ യുദ്ധവും ചർച്ചയും ഒക്കെ നടക്കുകയും അങ്ങനെ ഈ മുഹറം 10-ന് ഈ ഹുസൈൻ ഇബിൻ അലി എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ ഗ്രാൻഡ്സണിനെ യാസിദ് ഇബിൻ മുആവിയയുടെ പട്ടാളക്കാരെ കൊന്നുകളയുകയും അദ്ദേഹത്തിന്റെ ഒരു കോട്ടറിയുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു കൊട്ടാര സംഘം പോലെയുള്ള ഒരു സംഘാളുകൾ, അവരെ മൊത്തമായി വധിച്ചു കളയുകയും ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരെ മുഴുവൻ കൊന്നുകളയുകയും ചെയ്ത് ആസ് യൂഷ്വൽ എല്ലാ ഇസ്ലാമിക യുദ്ധങ്ങളിലും ഉള്ളതുപോലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്ത ആ യുദ്ധത്തിന്റെ ദിനമാണ് അവർ ആഷുറ എന്ന് പറയുന്ന ഒരു ഓർമ്മ ദിനമായിട്ട് ആചരിക്കുന്നത്. ആ ഓർമ്മ ദിന ആചരണത്തിന്റെ ഭാഗമായി ഖമനേയി അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന ആ പാതാളത്താവളത്തിന്റെ അടുത്ത് തന്നെയുള്ള അതിനോട് ചേർന്നാണ് അദ്ദേഹത്തിന്റെ കൊട്ടാരം. ആ കൊട്ടാരത്തോട് ചേർന്നുള്ള ഒരു പള്ളിയിൽ ഖമനേയി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ റിലീസ് ചെയ്യപ്പെട്ടുള്ളത്. 41 സെക്കൻഡുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് ആർക്ക് വേണ്ടത് യൂട്യൂബിൽ കാണാം. പക്ഷെ ആ വീഡിയോ വന്നതോടുകൂടി തന്നെ അതിനോടനുബന്ധിച്ചുള്ള വിവാദങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം ആ വീഡിയോ റിയൽ ആണോ എന്നുള്ളതാണ്. സാധാരണ ഏത് വീഡിയോ എടുത്താലും അതിനകത്തൊരു ഡേറ്റും ടൈമും ഉണ്ടാവും. ഇതിൽ ഡേറ്റും ടൈമും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. 2, ഇതിനകത്ത് ഈ ഖമനേയിയെ വളരെ കുറച്ച് സമയം മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ പിന്നെ മനോരമയിലൊക്കെ ആവേശഭരിതനായിട്ട് ഖമനേയി വന്നു എന്നൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ചിത്രം കാണാം. അതിനകത്തൊരു ആവേശമില്ല അദ്ദേഹത്തിന്. അദ്ദേഹം വളരെ സ്ലോ ആയിട്ട് കടന്നു വരുന്നു. അത് വാർദ്ധക്യ സഹജമായ ഒരു സംഗതിയാണെന്ന് വിചാരിക്കാം. പക്ഷേ ആ വീഡിയോയ്ക്കകത്തുള്ള പ്രശ്നം അതിനകത്തുള്ള ഓഡിയൻസിന്റെ മുൻനിരയെ ഒരു തരത്തിലും ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഓഡിയൻസിന്റെ മുൻനിരയെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേൽ കൊന്ന ആളുകൾ ആ കൂട്ടത്തിൽ കാണും. അതുകൊണ്ട് ആ വീഡിയോ ഫേക്ക് ആണെന്ന് ആളുകൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് അതിന്റെ മുൻനിരയെ അത് ഫോക്കസ് ചെയ്യാത്തത് എന്നാണ് ഈ വിമർശകരായിട്ടുള്ള CNN അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു വിമർശനം. അപ്പൊ അത് പിന്നെ ആളുകളെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആളുകൾ കാണിക്കുന്നത് ക്രൗഡിനെയാണ് കാണിക്കുന്നത്, മുൻനിരയല്ല. അപ്പൊ അത് ഇതിനെ സംബന്ധിച്ചൊരു ഡിസ്പ്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ റിയൽ ആയാലും അല്ലെങ്കിലും ശരി, എന്തായാലും അങ്ങനെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇറാൻ അവകാശപ്പെടുന്നത് ഖമനേയി ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനിടയിലൂടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ധാരാളം ആളുകൾ അഭയാർത്ഥികളായിട്ട് ഇറാനിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം 40 ലക്ഷത്തോളം അഫ്ഗാൻ അഭയാർത്ഥികൾ ഈ പറയുന്ന ഈജിപ്തിലല്ല ഇറാനിലുണ്ട് എന്നാണ് വെപ്പ്. അപ്പൊ ആ അഭയാർത്ഥികളുടെ മുഴുവൻ തിരികെ പോകാൻ ഇപ്പോൾ ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ പോലെ അങ്ങനെ ഒരു ഡിമാൻഡുണ്ട്. പക്ഷെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം നടന്ന സാഹചര്യത്തിൽ ഈ അഫ്ഗാനികളുടെ ഇടയിൽ നിന്ന് ധാരാളം ആളുകൾ ചാരപ്രവർത്തികൾ നടത്തിയതുകൊണ്ടാണ് ഇറാന് ഇത്തരം ഒരു നാണംകെട്ട പരാജയം രുചിക്കേണ്ടി വന്നത് എന്നാണ് ഇറാനിലെ ഇപ്പോഴത്തെ മത നേതൃത്വം വിചാരിക്കുന്നത്.
അതുകൊണ്ട് അവർ പറയുന്നത് ഈ അഫ്ഗാനികൾ മുഴുവൻ തിരിച്ചു പോകണമെന്നാണ്. അപ്പോൾ അവര് അഫ്ഗാനികളെ വേട്ടയാടണം, കൂട്ടത്തോടെ ആക്രമിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പം അഫ്ഗാനികൾ കൂട്ടത്തോടെ കൂട്ടപലായനമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചു പോകാൻ. അപ്പൊ UN ഇതിനകത്ത് ഇറാൻ നേതൃത്വത്തോട് ഇങ്ങനെ ഈ അഭയാർത്ഥികളെ തിരിച്ചയക്കരുത് എന്നൊക്കെയുള്ള റിക്വസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്.